ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ കൂടി ചേർത്തൊരു പുളിഞ്ചിയാണ്. ഇത് ബിരിയാണിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. ഇനി 1 കപ്പ് പാവക്കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു 3 കഷ്ണത്തോളം ഇഞ്ചി, പിന്നെ ഒരു 7 വെളുത്തുള്ളി. ഇനി ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് കൊണ്ടുവരാം. നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ബിരിയാണി മുളക് എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ച മസാലയും ചേർക്കുക. ഈ മസാല ചതച്ച മിക്സിയിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ ഉണ്ട പുളി എടുത്തിട്ട് ഞാൻ ഇത് അതുപോലെ തന്നെ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പാവക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇടാം. ഇനി വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ നിന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പാവയ്ക്കും വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കര, ഇതിന് മുന്നേ തന്നെ ഒരുക്കി നോക്കിയപ്പോൾ, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നേരിട്ടിട്ട് ചേർത്ത് കേട്ടോ. ഇപ്പോൾ പുളിഞ്ചി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. അതിന് വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറവ് റെഡിയായി. അപ്പോൾ ഒട്ടും തന്നെ കയ്പില്ലാത്ത പാവക്ക പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.